ജനുവരി 14 ബുധനാഴ്ച. മാർക്കോസ് 1:29 മുതൽ 39 വരെ വാക്യങ്ങൾ. ഇന്നത്തെ ആദ്യ വായനയിൽ സാമുവേലിൻ്റെ ദൈവവിളിയുടെ കഥ നാം കേൾക്കുന്നു. കർത്താവിൻ്റെ ശബ്ദത്തോട് അതെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കർത്താവിൻ്റെ പ്രവാചകനായി. ഇന്ന് മറ്റു രണ്ട് വ്യക്തികളെ നമ്മൾ പ്രത്യേകം ഓർക്കുകയാണ്. കുഷ്ഠരോഗികൾക്കിടയിൽ തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയ ഒരു മിഷണറിയെയും കഠിനമായ പീഡനങ്ങളിലും മരണത്തിലും തൻ്റെ ക്രിസ്തീയ ദൈവവിളിയിൽ വിശ്വസ്ത പുലർത്തിയ ഒരു രക്തസാക്ഷിയെയും ഇന്ന് സഭ ആദരിക്കുന്നു. 40 വർഷക്കാലം കുഷ്ഠരോഗികൾക്കിടയിൽ ജീവിച്ചിരുന്ന വിശുദ്ധ പീറ്റർ ഡോണ്ടേഴ്സ് ആണ് ആ മിഷണറി. അദ്ദേഹം റെഡംപ്റ്ററിസ് വൈദികനായിരുന്നു. ക്രിസ്തീയ വിശ്വാസത്തിനായി വെടിയേറ്റ് മരിച്ച ആദ്യത്തെ ഇന്ത്യൻ അൽമായ വിശുദ്ധനാണ് വിശുദ്ധ ദേവസഹായം പിള്ള. അദ്ദേഹത്തിൻ്റെ ഓർമ്മയും ഇന്ന് സഭ ആചരിക്കുന്നു. 1809 ഹോളണ്ടിലെ ടിൽബർഗ് പട്ടണത്തിൽ ദരിദ്രരായ നെയ്ത്തുകാരുടെ മകനായി പീറ്റർ ഡോണ്ടേഴ്സ് ജനിച്ചു. പുരോഹിതനാകാൻ ആഗ്രഹിച്ച ഒരു നല്ല ആൺകുട്ടിയായിരുന്നു അദ്ദേഹം. പക്ഷേ എല്ലാം അദ്ദേഹത്തിന് എതിരായിരുന്നു. ദാരിദ്ര്യം, ദുർബലമായ ആരോഗ്യം, പിന്നെ അത്ര ബുദ്ധിമാനുമായിരുന്നില്ല. തൻ്റെ ഇടവക വികാരിയുടെ ദയ കൊണ്ട് അദ്ദേഹത്തിന് സെമിനാരിയിൽ പ്രവേശിക്കാൻ സാധിച്ചു. ഒരു വൈദിക വിദ്യാർത്ഥിയായിട്ടല്ല, മറിച്ച് അവിടുത്തെ ഒരു ജോലിക്കാരനായി. പക്ഷേ ജോലിയെല്ലാം കഴിയുമ്പോൾ കഴിയാവുന്നത്ര നന്നായി പഠിക്കാൻ അദ്ദേഹത്തിന് അനുവാദമുണ്ടായിരുന്നു. 29-ാമത്തെ വയസ്സിൽ പൗരോഹിത്യത്തിനായി പഠിക്കാൻ അദ്ദേഹത്തെ സെമിനാരിയിൽ പ്രവേശിപ്പിച്ചു. പഠനത്തിൻ്റെ അവസാന വർഷം അന്ന് ഡച്ച് ഗയാന എന്നറിയപ്പെട്ടിരുന്ന സൂരിനാമിലെ വികാരി അപ്പസ്തോലിക് സെമിനാരി സന്ദർശിച്ചു. യുവ പുരോഹിതന്മാരെ അവിടെ മിഷന് പ്രവർത്തനത്തിനായി അദ്ദേഹം ക്ഷണിച്ചു. അവരിൽ സ്വമേധയാ സേവനം അനുഷ്ഠിക്കാൻ തീരുമാനിച്ചത് പീറ്റർ ഡോണ്ടേഴ്സ് മാത്രമാണ്. 14 വർഷം അദ്ദേഹം പരമാരിബോ എന്ന സ്ഥലത്ത് ജോലി ചെയ്തു. സമ്പന്നരായ ഏതാനും വെള്ളക്കാരെ കൂടാതെ ഭയാനകമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന 7000-നും 8000-നും ഇടയിൽ അടിമകളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇടവക്കാരിൽ പലരും. വിശ്വാസത്തിൻ്റെ അടിസ്ഥാന സത്യങ്ങൾ അവരെ പഠിപ്പിക്കാൻ ക്ഷമയോടെ അദ്ദേഹം ശ്രമിച്ചു. പക്ഷേ അവരുടെ നിസ്സംഗതയും വെറുപ്പും ശത്രുതയും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. പക്ഷേ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ അദ്ദേഹം സ്ഥിരോത്സാഹം കാണിച്ചു. പീറ്ററിൻ്റെ അടുത്ത നിയമനം ബറ്റേവിയയിലെ കുഷ്ഠരോഗ കോളനിയിലെ ഒരു ഇടവക വികാരിയായിട്ടായിരുന്നു. അവിടെ ഒരു പുരോഹിതനും 3 വർഷത്തിൽ കൂടുതൽ നിൽക്കാറില്ല. ഒരാൾ കൊല്ലപ്പെട്ടതാണ്. 400 കുഷ്ഠരോഗികൾക്ക് ഒരു ഡോക്ടറോ നേഴ്സോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ശുചിത്വ സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. 1866 സൂരിനാമിൽ ഇതിനകം തന്നെ ഉണ്ടായിരുന്ന 4 രൂപതാ വൈദികരെ സഹായിക്കുന്നതിനായി ഒരു കൂട്ടം റെഡംപ്റ്ററിസ് വൈദികർ അവിടെ എത്തി. പീറ്റർ ഡോണ്ടേഴ്സ് പിന്നീട് ഈ റെഡംപ്റ്ററിസിൻ്റെ കൂടെ ചേർന്ന് തദ്ദേശീയരായ ഇന്ത്യക്കാരോട് പ്രസംഗിക്കാൻ പുറപ്പെട്ടു. 18 വർഷം അദ്ദേഹം അവിടെ പ്രസംഗിച്ചു. പക്ഷേ കാര്യമായ വിജയമൊന്നും കണ്ടില്ല. സൂരിനാമിൽ 40 വർഷം ജോലി ചെയ്തിട്ട് 74-ാം വയസ്സിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥ അദ്ദേഹത്തോട് വിശ്രമിക്കാൻ പറഞ്ഞു. പക്ഷേ അത് വിജയിച്ചില്ല. അപ്പോഴേക്ക് അദ്ദേഹം ഒരു കുഷ്ഠരോഗിയായി തീർന്നിരുന്നു. കുഷ്ഠരോഗ കോളനിയിൽ മടങ്ങിയെത്തിയ അദ്ദേഹം
1887 അവിടെ മരിച്ചു. 1982 മെയ് 23 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. അത് റെഡംപ്റ്ററി സഭയുടെ 250ാമത്തെ ജൂബിലി വർഷമായിരുന്നു. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിനെന്ന് നമ്മുടെ കർത്താവ് പറയുന്നു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഈ കുടുംബത്തിലെ ഏറ്റവും ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത്. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.